ഹായ്, നമുക്കൊക്കെ വളരെ സുപരിചിതനായ യൂട്യൂബറാണ് ധ്രുവ് രാഠി. അദ്ദേഹം ഒരു ബ്ലോഗറാണ്, അതുപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റാണ്. ഏതാണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വിവാദമായിട്ടുമുണ്ട്. ഗവൺമെൻറ്റിന് അനുകൂലമായും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് പ്രതികൂലമായിട്ടുമുള്ള വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സും വിവാദമായിട്ടുണ്ടെന്ന്. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞത്, സുപ്രീം കോർട്ടിലെ ജഡ്ജസിന് അവർക്കൊന്നും ഫ്രീഡം ഇല്ല, അവർക്ക് ഓപ്പണായിട്ട് ഒരു കേസിൻ്റെ മേലൊരു ഡിസിഷൻ എടുക്കാൻ അവർക്കുള്ള റൈറ്റ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കടുത്ത പ്രഷർ ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. सुप्रीम कोर्ट के जजेस के ऊपर इतना प्रेशर पड़ता है कि जब सुप्रीम कोर्ट के जजेस रिटायर हो जाते हैं तभी वो खुलकर बात कर पाते हैं, और जो एग्जिस्टिंग जजेस हैं वो खुलकर डिसीजंस भी नहीं ले पा रहे हैं. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇതിങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസിനോട് ഇങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രഷർ നിങ്ങൾക്കുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, യാതൊരു വിധത്തിലുള്ള പ്രഷർ ഇല്ല. അപ്പോൾ ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. क्या भारत के सुप्रीम कोर्ट के जजेस पे दबाव रहता है, सीधे तौर पे सरकार से दबाव रहता है कोई ना कोई फैसला देने के लिए? इस सवाल पर बतौर चीफ जस्टिस चंद्रचूड़ आपकी क्या राय? In my 23 years as a judge of the High Court, as the Chief Justice of the High Court, and as a judge of the Supreme Court, no one, and I hope you will trust me when I say this, no one has told me to decide a case in a particular way. No one. We are so clear in the principles which we follow. നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ റിപ്ലൈ നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹം അതിൽ തീർത്തും പറയുന്നുണ്ട് അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല, ആർക്കും ആരെയും സ്വാധീനിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?